പ്രളയ സമാനമായ രീതിയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് തൃശൂർ നഗരത്തെ മണിക്കൂറുകളോളം നിശ്ചലമാക്കി. മുണ്ടുപാലം അവന്യൂ റോഡിലും പൂത്തോളിലും വെള്ളം കയറിയ വീടുകളിൽ നിന്നും ആളുകളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ജില്ലയിൽ ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചു. വലപ്പാട് വാഴൂരിൽ ഇടിമിന്നലേറ്റ് യുവതിയും വേലൂർ കുറുമാലിൽ ഗൃഹനാഥനും മരിച്ചു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ ഇടിമിന്നലിൽ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. കനത്ത മഴയിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ. 2 വീടുകൾ പൂർണ്ണമായും 15 വീടുകൾ ഭാഗികമായും തകർന്നു. കൊടുങ്ങല്ലൂരിൽ മരം കടപുഴകി വീണ തയ്യൽ കടയും കള്ളുഷാപ്പും തകർന്നു. ഉല്ലൂരിനും പുതുക്കാടിനുമിടയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞ് അരമണിക്കൂറോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഷോളയാർ ആനക്കയത്ത് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ കാട്ടാന ആക്രമിച്ചു. കാറിനും ബൈക്കിനും നേരെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ആളപായമില്ല. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനമായതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. പാലക്കൽ ജംഗ്ഷനിൽ റോഡ് നിർമ്മാണം 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി. മാള ജല അതോറിറ്റി ഓഫീസിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മേഖലയിലെ കുടിവെള്ള വിതരണം ജല അതോറിറ്റി നിർത്തിവെച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം. ചർച്ചയെ തുടർന്ന് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിൽ ശക്തമായ മഴയിൽ പ്രളയ സമാനമായ രീതിയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് നഗരത്തെ മണിക്കൂറുകളോളം നിശ്ചലമാക്കി. പരസ്പരം പഴിചാരി കോർപ്പറേഷനും പൊതുമരാമത്ത് വകുപ്പും. തുടർച്ചയായ 3ാം തവണയാണ് തൃശൂർ നഗരം വെള്ളത്തിൽ മുങ്ങിയത്. ശനിയാഴ്ച പെയ്ത കനത്ത മഴയിൽ നഗരത്തിലെ വിവിധ റോഡുകൾ പതിവ് പോലെ വെള്ളത്തിൽ മുങ്ങി. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. സ്ഥാപനങ്ങളിലും വീടുകളിലേക്കും വെള്ളം ഇരച്ചുകയറി. നഗരത്തിലെ പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ടിനെ തുടർന്ന് സ്വകാര്യ ബസ് പലയിടത്തും സർവീസ് അവസാനിപ്പിച്ചു. വാഹനങ്ങൾ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽപ്പെട്ടു. അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. കൊക്കാല, തൃശൂർ അക്വാട്ടിക് ലൈൻ, ജൂബിലി മിഷൻ റോഡ്, വടക്കേ സ്റ്റാൻഡ്, ശക്തൻ സ്റ്റാൻഡ്, പൂത്തോൾ റോഡ്, തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം എന്നിവിടങ്ങളിലും പൂങ്കുന്നം, ഹരിനഗർ, കുട്ടൻകുളങ്ങര എന്നിവിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി. സ്വരാജ് റൗണ്ടും വെള്ളക്കെട്ടിലമർന്നു. തൃശൂർ മുണ്ടുപാലം അവന്യൂ റോഡ് കനത്ത വെള്ളക്കെട്ട് മൂലമടച്ചു. ഇവിടത്തെ സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി. പൂത്തോളിൽ വെള്ളം കയറിയ 2 വീടുകളിൽ നിന്ന് ആളുകളെ ഫയർഫോഴ്സ് എത്തി ഒഴിപ്പിച്ചു. നഗരത്തിലെ കാന ശുചീകരണം പാളിയതാണ് തൃശൂർ നഗരത്തെ പ്രളയ സമാനമായ രീതിയിൽ വെള്ളക്കെട്ടിലാക്കിയത്. അടുപ്പിച്ച് ഇങ്ങനെ വെള്ളം കയറുന്ന പരിപാടി ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 10 ദിവസം മുൻപ് ഉണ്ടായ വെള്ളം കയറലും ഇന്നും നിലയ്ക്കായിട്ട് ഈ ഒരാഴ്ച വെള്ളം കയറിയതിൽ ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപ നഷ്ടം വന്നിട്ടുണ്ട്. ഈ സ്ഥലത്ത് ഇത്രയും വെള്ളം വന്നത് വേറെ ഏതോ ഒരു സ്ഥലത്തു നിന്ന് ഡൈവേർട്ട് ചെയ്ത് വരുന്നത്. ഇത്രയും കാലം അങ്ങനെ വെള്ളം കുത്തൊഴുക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പുഴ പോലെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ മഴയിൽ നഗരം വെള്ളക്കെട്ടിലായപ്പോൾ ശുചീകരണ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് മേയർ അറിയിച്ചുവെങ്കിലും കാനകളുടെ ശുചീകരണം ഇപ്പോഴും പാതി വഴിയിലാണ്. മെയ് ജൂൺ മാസങ്ങളിൽ മഴക്കാലം വരുമെന്ന് മനസ്സിലാക്കിയിട്ടും തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വരുമെന്ന് മനസ്സിലാക്കിയിട്ടും അത് അങ്ങനെ ഒരു മുന്നറിയിപ്പ് കത്ത് കോൺഗ്രസ് പ്രതിപക്ഷ മേയർക്കും ഭരണപക്ഷത്തിനും നൽകിയിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിച്ചില്ല. വീടുകളിലെ മണ്ണ് നീക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തി. തോടുകളിലെ മണ്ണ് നീക്കാനും കുളവാഴ നീക്കുന്ന കാര്യത്തിൽ വലിയ വീഴ്ച വരുത്തി. വലിയ തോടുകളിലെ മണ്ണ് നീക്കാനും കുളവാഴ നീക്കാനുള്ള ടെൻഡർ നടപടികൾ പോലും പൂർത്തീകരിച്ചില്ല. ഒരു കരാറിനും ഒരു വർക്ക് ഓർഡർ നൽകിയിട്ടില്ല. കോർപ്പറേഷനും പൊതുമരാമത്തും പരസ്പരം പഴിചാരുന്നതല്ലാതെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ശാശ്വതമായ നടപടികൾ ഉണ്ടാക്കാത്തത് ജനങ്ങളുടെ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് കോർപ്പറേഷൻ പരിധിയിലെ ശുചീകരണ പ്രവൃത്തികളുടെ ഏകോപന ചുമതല സബ് കളക്ടർക്ക് നൽകിയെങ്കിലും തുടർ നടപടികൾ നീണ്ടുപോകുകയാണെന്നും ആക്ഷേപമുണ്ട്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ മുണ്ടുപാലം അവന്യൂ റോഡിൽ വെള്ളക്കെട്ടിൽപ്പെട്ട കാർ യാത്രക്കാരെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. ശസ്ത്രക്രിയ കഴിഞ്ഞ് ഫ്ളാറ്റിലേക്ക് വരുന്നതിനിടയിലാണ് കാർ യാത്രികർ വെള്ളക്കെട്ടിലകപ്പെട്ടത്. വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സാണ് കാറിലുണ്ടായിരുന്ന 2 സ്ത്രീകളടക്കം 4 പേരെ രക്ഷപ്പെടുത്തിയത്. ജില്ലയിൽ ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചു. വലപ്പാട് കോതകുളം വാഴൂരിൽ ഇടിമിന്നലേറ്റ് യുവതി മരിച്ചു. വേളക്കാട്ട് സുധീർ ഭാര്യ 42 വയസ്സുള്ള നിമിഷയാണ് മരിച്ചത്. വീടിന് പുറത്തെ ശുചിമുറിയിൽ കുളിച്ചുകൊണ്ടിരിക്കെയാണ് ഇടിമിന്നലേറ്റത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശുചിമുറിയുടെ കോൺക്രീറ്റും തകർന്നു. ബൾബും ഇലക്ട്രിക് വയറും കത്തിക്കരിഞ്ഞ നിലയിലാണ്.
വേലൂർ കുറുമാലിൽ ഇടിമിന്നലേറ്റ് ഗൃഹനാഥൻ മരിച്ചു. തലക്കോട്ടുകര ഞാലിക്കര EMS നഗറിൽ താമസിക്കുന്ന തോപ്പിൽ വീട്ടിൽ 47 വയസ്സുള്ള ഗണേശനാണ് മരിച്ചത്. കുറുമാലിൽ താമസിക്കുന്ന അമ്മയെ കാണുന്നതിനായി തറവാട്ട് വീട്ടിൽ എത്തിയതായിരുന്നു ഗണേശൻ. അമ്മയും സഹോദരനും സഹോദരന്റെ മക്കളും ഒന്നിച്ച് വീടിനകത്ത് സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് മിന്നലേറ്റത്. ഉടൻ തന്നെ നാട്ടുകാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെയിന്റിംഗ് തൊഴിലാളിയാണ് മരിച്ച ഗണേശൻ. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ഇടിമിന്നലിൽ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. വീടിന് കേടുപാടുകൾ സംഭവിച്ചു. പുല്ലൂറ്റ് പന്തലാലുക്കൽ ക്ഷേത്രത്തിന് സമീപം നാലുമാക്കൽ പ്രേംലാലിന്റെ വീട്ടിലാണ് നാശനഷ്ടമുണ്ടായത്. ശക്തമായ ഇടിമിന്നലിൽ വീട്ടിലെ TV, ഫാനുകൾ തുടങ്ങിയവ കത്തിനശിച്ചു. ഇലക്ട്രിക് സ്വിച്ചുകൾ പൊട്ടിത്തെറിച്ചതായും വീട്ടുകാർ പറഞ്ഞു. വീടിന്റെ ടെറസിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കുന്നംകുളത്ത് ഇടിമിന്നലിൽ വീടിന്റെ ചുമർ തകർന്നു. വൈദ്യുതി മീറ്റർ പൊട്ടിത്തെറിച്ചു. കാണിപ്പയ്യൂർ YMCA ഹാളിന് സമീപം പണ്ടാരപ്പറമ്പിൽ റഷീദിന്റെ വീട്ടിലാണ് അപകടമുണ്ടായത്. റഷീദിന്റെ ഭാര്യ ഷാഹിദ അടുക്കളയിൽ നിന്ന് പുറത്തു കടന്ന ഉടനെയായിരുന്നു അപകടമുണ്ടായത്. തലനാരിഴയ്ക്കാണ് ദുരന്തം ഒഴിവായതെന്ന് റഷീദ് പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുത മീറ്റർ കത്തിനശിക്കുകയും സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അടുക്കളയിലെ ഡോറുകൾ ഇളകിത്തെറിച്ച നിലയിലാണ്. വീടിന് പുറത്തെ ചുവരിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ജില്ലയിൽ കനത്ത മഴയിൽ പരക്കെ നാശം. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. 3 മണിക്കൂർ കൊണ്ട് കുന്നംകുളം നഗരത്തിൽ 105 മില്ലിമീറ്റർ മഴ പെയ്തു. കുന്നംകുളം യൂണിറ്റി, മലങ്കര ആശുപത്രികളിൽ വെള്ളം കയറി. വിവിധ താലൂക്കുകളിലായി 2 വീടുകൾ പൂർണ്ണമായും 15 വീടുകൾ ഭാഗികമായും തകർന്നു. 6 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 77 പേരാണ് കഴിയുന്നത്. ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂരിന് പുറമെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര പ്രദേശങ്ങളിലുള്ളവരും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയിൽ ഗുരുവായൂർ ക്ഷേത്ര നഗരി വെള്ളക്കെട്ടിലായി. ചുവല്ലൂർപ്പടിയിൽ 30ഓളം കടകളിൽ വെള്ളം കയറി. ലക്ഷങ്ങളുടെ നഷ്ടം. മമ്മിയൂർ ക്ഷേത്രത്തിന് മുന്നിലെ റോഡ് തോടായതോടെ ഗതാഗതം നിരോധിച്ചു. നളന്ദ ജംഗ്ഷൻ, മാവിൻചുവട്, കർണംകൂട്ട് ബസാർ, അങ്ങാടിത്താഴം, കോട്ടപ്പടി, നെന്മിനി, പേരകം, വാഴപ്പുള്ളി, കാവീട് എന്നിവിടങ്ങളിലും വലിയ തോതിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. തിരുവങ്കിടത്ത് ചേറൂർ ജയന്റെ വീട്ടിൽ വെള്ളം കയറി. മമ്മിയൂർ അയ്യപ്പ ഭജനാ സംഘം ഓഫീസിലും വെള്ളം ഉയർന്നു. പല റോഡുകളിലൂടെയും ഗതാഗതം ദുഷ്കരമായി. നിരവധി വാഹനങ്ങൾ വെള്ളം കയറി കേടുവന്നു. തൃശൂരിലേക്ക് പോയിരുന്ന നിരവധി വാഹനങ്ങൾ ചുവല്ലൂർപ്പടിയിൽ കുടുങ്ങി. മണിക്കൂറുകൾ കാത്തുനിന്ന് വെള്ളം വലിഞ്ഞതിന് ശേഷമാണ് വാഹനങ്ങൾ പോയത്. ഔട്ടർ റിംഗ് റോഡിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ഫയർഫോഴ്സ് ഓഫീസിലും വെള്ളം കയറി. ഉദ്യോഗസ്ഥർ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തു. രാവിലെ 9 മുതൽ 2.5 മണിക്കൂർ നേരമാണ് ശക്തമായ മഴ പെയ്തത്. വൈകുന്നേരത്തോടെ വെള്ളക്കെട്ടിന് ശമനമായി. കാനകൾ യഥാസമയം വൃത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് ആരോപണമുയർന്നു. വർഷക്കാലത്തിന് മുൻപ് നഗരസഭ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയില്ലെന്നും ആക്ഷേപമുണ്ട്. TCV ഗുരുവായൂർ. കുണ്ടുകടവ് കാനത്തോട് റെഗുലേറ്റർ നിർമ്മാണത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റിയില്ല. ചെങ്ങാലൂർ കുണ്ടുകടവിൽ വെള്ളപ്പൊക്ക ഭീതിയിൽ നാട്ടുകാർ. കുണ്ടുകടവിൽ റെഗുലേറ്റർ പണിയുന്നതിനാൽ സാധാരണ കെട്ടാറുള്ള മൺചിറ ഇത്തവണ കെട്ടിയിരുന്നില്ല. എന്നാൽ മഴ ശക്തമായതിനെ തുടർന്ന് പൊട്ടിയ മറ്റു മൺചിറകളുടെ അവശിഷ്ടങ്ങളും കുണ്ടുകടവിൽ വന്നടിയുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മഴ ആരംഭിച്ചതു മുതൽ കുണ്ടുകടവിലെ അവശിഷ്ടങ്ങൾ നീക്കി പുഴയുടെ ഒഴുക്ക് സുഗമമാക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയൊന്നുമുണ്ടായില്ല. അപ്രതീക്ഷിതമായി കാലവർഷം ശക്തമായതോടെ മാലിന്യം നീക്കാനാവാത്ത സ്ഥിതിയായി. ഇതോടെ പുഴയിൽ നീരൊഴുക്ക് തടസ്സപ്പെടുകയും പരിസര പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ 28 കോടി അടങ്കലിൽ പണിയാരംഭിച്ച കാനത്തോട് റെഗുലേറ്റർ പാലത്തിന്റെ പണി ഇപ്പോഴും പാതിവഴിയിലാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, സെക്രട്ടറി ഉമാ ഉണ്ണികൃഷ്ണൻ, കൃഷി ഓഫീസർ PR കവിത, വില്ലേജ് ഓഫീസർ KR ബിന്ദു എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. പുഴയിലെ നീരൊഴുക്ക് സുഗമമാക്കി വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാൻ പുഴയിലെ അവശിഷ്ടങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ കരാർ കമ്പനിയോട് ആവശ്യപ്പെട്ടതായി KM ബാബുരാജ് പറഞ്ഞു. TCV ന്യൂസ്, പുതുക്കാട്. കൊടുങ്ങല്ലൂരിൽ മരം കടപുഴകി വീണ് തയ്യൽ കടയും കള്ള് ഷാപ്പും തകർന്നു. തയ്യൽ തൊഴിലാളിക്ക് പരിക്കേറ്റു. ലോകമല്ലേശ്വരം പറപ്പുള്ളി ബസാറിലായിരുന്നു അപകടം. ശക്തമായ മഴയിൽ കടപുഴകിയ മരം സമീപത്തെ കള്ള് ഷാപ്പിന്റെയും തയ്യൽ കടയുടെയും മുകളിലേക്ക് വീഴുകയായിരുന്നു. തയ്യൽ കടയുടെ ഭിത്തി തകർന്നു. അപകടത്തിൽ തയ്യൽ തൊഴിലാളി പതിയാശ്ശേരി രാമചന്ദ്രന് പരിക്കേറ്റു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി.
കനത്ത മഴയിൽ പെരുമ്പിലാവ് നഗരം വെള്ളത്തിൽ മുങ്ങി. കടകളിലേക്ക് വെള്ളം കയറി. റോഡിൽ വെള്ളം ഒലിച്ചു പോകാൻ ശാസ്ത്രീയമായ രീതിയിൽ കാനകൾ നിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമായതെന്ന് നാട്ടുകാരും വ്യാപാരികളും ആരോപിച്ചു. മഴ ശക്തി പ്രാപിച്ചതോടെ ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാനപാത പെരുമ്പിലാവ് സെന്ററിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. മുല്ലശ്ശേരിയിൽ കനത്ത മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. 12ാം വാർഡിൽ താമസിക്കുന്ന പാട്ടത്തിൽ പറമ്പിൽ സുകുമാരന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞത്. കിണറിന്റെ ആൾമറയടക്കം താഴ്ന്നു പോയ നിലയിലാണ്. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. മതിലകം കൂളിമുട്ടത്ത് തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. കിള്ളിക്കുളങ്ങര സദാശിവന്റെ വീടാണ് തകർന്നത്. ആർക്കും പരിക്കില്ല. കനത്ത മഴയിൽ ഇരിങ്ങാലക്കുട നഗരത്തിൽ വിവിധയിടങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പൂതംകുളം ജംഗ്ഷന് സമീപം രൂപപ്പെട്ട കനത്ത വെള്ളക്കെട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഠാണാവിൽ കൊടുങ്ങല്ലൂർ ബസ് സ്റ്റോപ്പിന് സമീപം കടകളിലേക്ക് വെള്ളം കയറി. നഗരസഭാ ഓഫീസിനോട് ചേർന്നുള്ള പാർക്കും റോഡും പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. പലയിടത്തും ജലനിധി കുടിവെള്ള പദ്ധതിക്കായി റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കാത്തതാണ് വെള്ളക്കെട്ടിനിടയാക്കിയതെന്ന് ആക്ഷേപമുണ്ട്. റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞ് 4 തീവണ്ടികൾ പിടിച്ചിട്ടു. ഒല്ലൂരിനും പുതുക്കാടിനുമിടയിൽ രാവിലെ 10:30 സംഭവം. എറവക്കാട് ഗേറ്റ് കടന്ന ശേഷം ഒല്ലൂർ സ്റ്റേഷന് മുൻപായിട്ടാണ് ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. തിരുനെൽവേലി പാലക്കാട് പാലരുവി എക്സ്പ്രസ്, എറണാകുളം ബംഗളൂരു ഇന്റർസിറ്റി, തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി, തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് ട്രെയിനുകൾ പുതുക്കാട് സ്റ്റേഷനിൽ നിർത്തിയിട്ടു. 11 മണിയോടെ ട്രാക്കിലേക്ക് വീണ മണ്ണ് നീക്കിയ ശേഷമാണ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കുറാഞ്ചേരി ഭാഗത്ത് റെയിൽവേ ട്രാക്കിലേക്ക് വെള്ളം കുത്തിയൊഴുകിയത് ആശങ്കയ്ക്കിടയാക്കി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കിൽ വെള്ളം ഉയർന്നെങ്കിലും അല്പസമയത്തിനകം വെള്ളം ഒഴിഞ്ഞു. 2ാം പ്ലാറ്റ്ഫോം ചോർന്നൊലിച്ചത് യാത്രക്കാർക്ക് ദുരിതമായി. ഷോളയാർ ആനക്കയത്ത് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ കാട്ടാൻ ആക്രമിച്ചു. ഒരു കാറിനും ബൈക്കിനും ഭാഗികമായി കേടുപറ്റി. ആളപായമില്ല. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് ആനക്കയം പാലത്തിന് സമീപത്തായിരുന്നു സംഭവം. മലക്കപ്പാറയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ സംഘത്തിന്റെ കാറാണ് ആന ആക്രമിച്ചത്. കുട്ടിയോടൊപ്പം റോഡിന് തൊട്ടരികെയുള്ള പുൽത്തിട്ടയിൽ നിന്നിരുന്ന ആന ഹോൺ അടി കേട്ടാണ് കാറിന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തത്. ഇതിനിടെ നിർത്തിയ കാറിന്റെ ഡോറിൽ തുമ്പിക്കൈ കൊണ്ട് തട്ടി. തൊട്ടുപിന്നിൽ ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾ ഭയന്ന് വിറച്ച് താഴെ വീണു. എഴുന്നേറ്റ് ഇരുവരും തിരിച്ചോടി. ഇതിനിടെ ബൈക്കിന്റെ ഹാൻഡിലിൽ ആന ചവിട്ടുകയും ചെയ്തു. തൊട്ടു പിന്നാലെ എത്തിയ മറ്റൊരു കാറും സംഭവസ്ഥലത്ത് കുടുങ്ങി. പിന്നീട് ആനയും കുട്ടിയും തിരിച്ച് കാട്ടിലേക്ക് പോയി. ഷോളയാർ റേഞ്ച് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി വിനോദസഞ്ചാരികളെ അവരുടെ വാഹനത്തിൽ ഓഫീസിലെത്തിച്ചു. കോതമംഗലത്ത് നിന്നും മലക്കപ്പാറയിലേക്ക് പോയിരുന്ന സംഘത്തിൻ്റെതായിരുന്നു കാർ. എറണാകുളത്ത് നിന്നുള്ള യാത്രക്കാരായിരുന്നു ബൈക്കിലെത്തിയ യുവാക്കൾ. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനമായതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. KSTPയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ നടന്നുവരുന്ന കോൺക്രീറ്റ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ മന്ത്രി വിളിച്ച യോഗത്തിലാണ് നിർമ്മാണം വേഗത്തിലാക്കാൻ ധാരണയായത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ മുതൽ ഠാണ ജംഗ്ഷൻ വരെയുള്ള റോഡിലെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കി ഇതുവഴിയുള്ള യാത്രാക്ലേശം പരിഹരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പാലക്കൽ ജംഗ്ഷനിൽ ബാക്കി നിൽക്കുന്ന റോഡിന്റെ നിർമ്മാണം 1 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും. ഇതിനാവശ്യമായ ഗതാഗത നിയന്ത്രണങ്ങളെക്കുറിച്ചും യോഗത്തിൽ തീരുമാനമായി. കോൺക്രീറ്റ് ചെയ്യുന്നതിൽ നിന്നും കരാർ കമ്പനി പിൻവാങ്ങിയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. റോഡ് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ കരാർ കമ്പനി പൂർണ്ണ സഹകരണമാണ് യോഗത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പാലക്കലിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉടൻ ഇരിങ്ങാലക്കുട മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കുടിശ്ശിക അടയ്ക്കാത്തതിനാൽ മാള മേഖലയിലെ കുടിവെള്ള വിതരണം ജല അതോറിറ്റി നിർത്തിവെച്ചതോടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ജല അതോറിറ്റി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ചർച്ചയിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ തീരുമാനമായി. മാള, പുത്തൻചിറ, വെള്ളാങ്കല്ലൂർ, കുഴൂർ, പൊയ്യ, അന്നമനട പഞ്ചായത്തുകളിൽ നിന്ന് മാർച്ച് വരെ 15.58 കോടി രൂപയാണ് വെള്ളത്തിന്റെ കുടിശ്ശികയായി ജല അതോറിറ്റിക്ക് കിട്ടാനുള്ളത്. അഷ്ടമിച്ചിറയിൽ ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV ബാബുവിന്റെ ഓഫീസിലാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സാജൻ കൊടിയൻ, ഡെയ്സി തോമസ്, PV വിനോദ് എന്നിവരുടെ നേതൃത്വത്തിൽ മെമ്പർമാരും ചേർന്ന് കുത്തിയിരിപ്പ് നടത്തിയത്. തുടർന്ന് ജലവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചത്. മാർച്ച് മാസത്തിലെ കുടിശ്ശിക തുകയുടെ പകുതി ഒരാഴ്ചയ്ക്കുള്ളിൽ അടയ്ക്കാനുള്ള നിർദ്ദേശമാണ് ജല അതോറിറ്റി മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ തുക കണ്ടെത്തുന്നത് സംബന്ധിച്ച് പഞ്ചായത്തുകൾക്ക് ധാരണയില്ല. കുടിശ്ശിക വരുത്തുന്നവരുടെ കുടിവെള്ള കണക്ഷൻ വിച്ഛേദിക്കാനും ജല അതോറിറ്റി നിർദ്ദേശിച്ചു. എന്നാൽ വെള്ളം കൃത്യമായി നൽകാൻ കഴിയാത്ത അവസ്ഥയിൽ ഗുണഭോക്താക്കളിൽ നിന്ന് നിരക്ക് ലഭിക്കാനുള്ള പ്രായോഗികമായ പ്രയാസങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉന്നയിച്ചു. ജലനിധി പദ്ധതിയിലേക്ക് മാറിയപ്പോൾ
കൂടുതൽ നിരക്കാണ് ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത്. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചെങ്കിലും പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകാത്തതിനാൽ പ്രതിസന്ധി വീണ്ടും തുടർന്നേക്കും. TCV മാള. വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില കുറഞ്ഞു. സിലിണ്ടറിന് 70 രൂപ 50 പൈസയാണ് കുറഞ്ഞത്. ഇതോടെ 19 കിലോഗ്രാം സിലിണ്ടറിന്റെ വില 1685 രൂപ 50 പൈസയായി. നേരത്തെ ഇത് 1756 രൂപയായിരുന്നു. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. മെയ് 1-ന് വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചിരുന്നു. 19 കിലോഗ്രാം സിലിണ്ടറിന്റെ വിലയിൽ 19 രൂപയുടെ കുറവാണ് അന്ന് വരുത്തിയത്. അന്നും ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിരുന്നില്ല. പേരാമംഗലത്ത് KSRTC ബസ്സിൽ ജനിച്ച കുട്ടിക്ക് പേരിട്ടു. അമല എന്നാണ് പെൺകുട്ടിക്ക് പേര് നൽകിയത്. 2 ദിവസം മുൻപാണ് ബസ് യാത്രയ്ക്കിടെ മലപ്പുറം സ്വദേശിനിയായ യുവതി ബസ്സിൽ പ്രസവിച്ചത്. അമല മെഡിക്കൽ കോളേജിലെ ജീവനക്കാരാണ് യുവതിയുടെ പ്രസവമെടുത്തത്. യുവതിയുടെ പ്രസവാനന്തര ശുശ്രൂഷ ആശുപത്രി അധികൃതർ സൗജന്യമാക്കിയിരുന്നു. ചികിത്സ പൂർത്തിയാക്കി അമ്മയും കുഞ്ഞും വീട്ടിലേക്ക് മടങ്ങി. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും യുവതിക്കും കുഞ്ഞിനും സമ്മാനങ്ങൾ നൽകിയിരുന്നു. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ടാങ്കർ ലോറി ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചു. എരുമപ്പെട്ടി സ്വദേശി മുരിങ്ങാത്തേരി ലാസർ മകൻ 52 വയസ്സുള്ള ഫ്രാൻസിസ് ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി ദയ ആശുപത്രിക്ക് മുൻപിലായിരുന്നു അപകടം. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ മിനി ടാങ്കർ ലോറി ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഫ്രാൻസിസിനെ ഉടൻ ദയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. കുന്നംകുളം ഉരുളിക്കുന്ന് നിവാസികളുടെ വർഷങ്ങളായുള്ള പരാതികൾക്ക് പരിഹാരമില്ല. മഴ കനത്തതോടെ ഉരുളിക്കുന്നത്ത് മണ്ണിടിച്ചിൽ തുടങ്ങി. 10ഓളം കുടുംബങ്ങളാണ് മണ്ണിടിച്ചിൽ ഭീതിയിൽ കഴിയുന്നത്. സ്വകാര്യ വ്യക്തിയുടെ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏത് സമയവും താഴ്ന്ന ഭാഗത്തുള്ള വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. മഴ കനത്തതോടെ ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ തുടങ്ങി. മഴക്കാലമായാൽ ഈ വീട്ടുകാരിൽ കൂടുതൽ പേരും മാറി താമസിക്കാറാണ് പതിവ്. എന്നാൽ ഈ വർഷം പലർക്കും മാറി താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. മഴ ശക്തമായതോടെ 10ഓളം കുടുംബങ്ങൾ ഭയപ്പാടോടെയാണ് ജീവിക്കുന്നത്. ഏത് നിമിഷവും മണ്ണിടിഞ്ഞ് വീടിന് മുകളിലേക്ക് പതിക്കാവുന്ന അവസ്ഥയിൽ ജില്ലാ കളക്ടർ, വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, നഗരസഭാ സെക്രട്ടറി എന്നിവർക്ക് കഴിഞ്ഞ വർഷം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണെടുത്തുമാറ്റാൻ വില്ലേജ് അധികൃതർക്ക് നിർദ്ദേശം ലഭിച്ചുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ പ്രായം ചെന്ന രോഗികളാണ് ഇവിടെ താമസിക്കുന്നവരിൽ കൂടുതൽ പേരും. അധികൃതർ ഇടപെട്ട് സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മണ്ണിടിഞ്ഞു വീണ് മരണം സംഭവിച്ചാലും ഇനി വീട് വിട്ടുപോകില്ലെന്നാണ് പ്രദേശവാസികളുടെ തീരുമാനം. TCV ന്യൂസ്, കുന്നംകുളം. തൃപ്രയാറിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് 12.5 പവൻ സ്വർണം കവർന്നു. NES കോളേജിന് സമീപം വെന്നിക്കൽ ശശികുമാറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ശശികുമാർ ജോലി സംബന്ധമായി ഒരാഴ്ചയായി കോട്ടയത്താണ്. അസുഖത്തെ തുടർന്ന് ഭാര്യ ഷീബ മക്കളുമൊത്ത് ചേറ്റവയിലെ സ്വന്തം വീട്ടിലായിരുന്നു. ശനിയാഴ്ച രാത്രി ഷീബയും മക്കളും വീട്ടിലെത്തിയപ്പോൾ മുൻവാതിലിന്റെ ഓടാമ്പൽ പൊട്ടിച്ച നിലയിൽ കാണുകയായിരുന്നു. വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി. പരിശോധിച്ചപ്പോഴാണ് മുകൾ നിലയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണ നാണയങ്ങളും ആഭരണവും നഷ്ടപ്പെട്ടതായി മനസ്സിലായത്. NCP മുൻ ജില്ലാ പ്രസിഡന്റും തൃശൂരിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്ന പ്രൊഫസർ KB ഉണ്ണിത്താന്റെ 7ാം ചരമവാർഷിക ദിനാചരണം അയ്യന്തോളിൽ സംഘടിപ്പിച്ചു. NCP തൃശൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാജൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തോടനുബന്ധിച്ച് പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2-ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിക്ക് 10,000 രൂപ വിദ്യാഭ്യാസ പുരസ്കാരം നൽകി. NCP നിയോജകമണ്ഡലം പ്രസിഡന്റ് മോഹൻദാസ് എടക്കാടൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു K മാരാത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് CL ജോയ്, സംസ്ഥാന നിർവാഹക സമിതി അംഗം വിശാലാക്ഷി മല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളെ ആകർഷിക്കാനും പഠനത്തോടൊപ്പം ഉല്ലസിക്കാനുമായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് വിദ്യാലയങ്ങൾ. അന്തിക്കാട് KGM LP സ്കൂളിലേക്ക് കടന്നുവരുന്ന കുരുന്നുകളെ കാത്തിരിക്കുന്നത് വൈവിധ്യങ്ങളുടെ വിസ്മയ ലോകമാണ്. വർഷം പഴക്കമുള്ള അന്തിക്കാട് KGM LP സ്കൂളിൽ LKG മുതൽ 4ാം ക്ലാസ് വരെയായി 700ഓളം കുട്ടികളുണ്ട്. വിദ്യാലയം ഒരു പാഠപുസ്തകം എന്ന ആശയം അന്വർത്ഥമാക്കുകയാണ് ഈ സ്കൂൾ. സ്കൂൾ ബസിന്റെ ആകൃതിയിൽ പണിത കവാടം കടന്നു വേണം വിദ്യാലയ മുറ്റത്തെത്താൻ. സ്കൂൾ മതിലിന് ഒരു വശത്ത് അന്തരീക്ഷത്തിൽ നിലയുറപ്പിച്ച ഹെലികോപ്റ്റർ, മറുവശത്ത് 100ഓളം പക്ഷിവർഗ്ഗങ്ങളെ അടുത്തറിയാനുള്ള കൂടാരം. ഫ്ലൈയിങ് ഡക്കും നാടൻ കോഴിയും മുതൽ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് വരെയുള്ള അലങ്കാര പക്ഷികളും ഇവിടെ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നു.
സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഒരു മിനി പാർക്കും ഒരുക്കിയിട്ടുണ്ട്. സ്കൂൾ മുറ്റത്ത് തന്നെ ഉയരത്തിലൊരുക്കിയ ഏറുമാടവും ഏറെ ആകർഷകമാണ്. 2 ആഴ്ചയിലൊരിക്കൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇതിൽ കയറാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വിദ്യാലയത്തിൻ്റെ ഒരു ഭാഗം ഒരുക്കിയിരിക്കുന്നത് ട്രെയിനിൻ്റെ മാതൃകയിലാണ്. അന്തിക്കാട് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പേര്. 5 ക്ലാസ് മുറികളുടെ പുറംഭാഗം ട്രെയിൻ കമ്പാർട്ട്മെന്റ് മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനു മുന്നിലായുള്ള എൻജിൻ പാഴ്വസ്തുക്കളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഭൂപ്രദേശത്തുകൂടി മേൽപ്പാലത്തിലൂടെ ട്രെയിൻ കടന്നുപോകും വിധം ദൃശ്യഭംഗി ഒരുക്കിയിരിക്കുന്നത് കലാസംവിധായകനായ ഉദയൻ എടപ്പാളിൻ്റെ നേതൃത്വത്തിലാണ്. പ്രത്യേകം നിർമ്മിച്ച 100-ലധികം വലിയ പുഷ്പങ്ങൾ വിദ്യാലയത്തിൻ്റെ പുറം ചുവരുകളിൽ വെച്ചുപിടിപ്പിക്കുന്ന പ്രവൃത്തികളും പൂർത്തിയായി. പഠനത്തോടൊപ്പം ജീവജാലങ്ങളെയും പ്രകൃതിയെയും അറിയാൻ വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനാധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ പറഞ്ഞു. ഈ അവധിക്കാലത്തും കുട്ടികൾ വിദ്യാലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കുകയും ആകർഷിച്ച കുട്ടികളെ സ്കൂളിലെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഞങ്ങളുടെ PTA-യുടെയും അധ്യാപകരുടെയും എല്ലാവരുടെ ഭാഗത്തുനിന്ന് ജനകീയമായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ തുറക്കാനായുള്ള അവസാന മിനുക്കുപണികൾക്കിടെ പരിശോധനയ്ക്കായി എത്തിയ തൃശൂർ വെസ്റ്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജുവിനും മുന്നൊരുക്കങ്ങളിൽ പൂർണ്ണ സംതൃപ്തി. KGM LP സ്കൂള് തൃശൂർ വെസ്റ്റ് ഉപജില്ലയിൽ തന്നെ നല്ല മികച്ച വിദ്യാലയമാണ്. ഒരു LP വിദ്യാലയമാണ്. ധാരാളം കുട്ടികളോട് പഠിക്കുന്നുണ്ട്. ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ വിദ്യാലയം ഏറ്റെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ SCRT നടത്തിയ വിദ്യാലയം മികച്ച പാഠപുസ്തകം എന്നുള്ള ഒരു പദ്ധതിയിൽ വിദ്യാലയം ഉൾപ്പെട്ടിട്ടുണ്ട്. കുട്ടികളെ പ്രകൃതിയുമായി അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ധാരാളം വളർത്തുമൃഗങ്ങളും പക്ഷികളും ഒക്കെ സമ്പന്നമായി കുട്ടികൾക്ക് വീട് വിട്ടു വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ വിദ്യാലയത്തിലേക്ക് വരാനുള്ള വലിയൊരു സന്തോഷമാണ് ഇതിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രധാനാധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ, MPTA പ്രസിഡന്റ് സലീഷ്, PTA പ്രസിഡന്റ് അഖില തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. TCV ന്യൂസ്, തൃശൂർ. ഇരിങ്ങാലക്കുടയിൽ ബൈക്കിലെത്തി മാല പൊട്ടിച്ച കേസിലെ 1-ാം പ്രതി പിടിയിൽ. പാലാ സ്വദേശി അഭിലാഷിനെയാണ് ഇരിങ്ങാലക്കുട SI-യുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കേസിലെ 2-ാം പ്രതി അങ്കമാലി മറ്റൂർ സ്വദേശി വാടേലിപ്പറമ്പിൽ വീട്ടിൽ കിഷോറിനെ നേരത്തെ പിടികൂടിയിരുന്നു. ഇക്കഴിഞ്ഞ ജനുവരി 20-ന് മാരാത്ത് കലവാണി വീട്ടിൽ ഗീതയുടെ 6 പവന്റെ സ്വർണ്ണമാല ബൈക്കിലെത്തിയ 2-അംഗ സംഘം കവരുകയായിരുന്നു. അടച്ചുറപ്പുള്ള ചോർന്നൊലിക്കാത്ത വീട്ടിൽ അന്തി ഉറങ്ങണമെന്ന 5-ാം ക്ലാസ്സുകാരൻ ഷിജിന്റെ ആഗ്രഹം സഫലമാക്കി നൽകിയതിന്റെ നിർവൃതിയിലാണ് മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിലെ പ്രധാനാധ്യാപിക PS സീമയും ഒപ്പം നിന്ന സുമനസ്സുകളും. കഴിഞ്ഞ മാർച്ചിൽ കുട്ടികളുടെ വീട് സന്ദർശിക്കുന്നതിനിടയിലാണ് ഷിജിന്റെ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ സീമ ടീച്ചർ മനസ്സിലാക്കിയത്. ഹൃദ്രോഗിയായ ഷാജി ഉഷ ദമ്പതികളുടെ ഒരേയൊരു മകനാണ് ഷിജിൻ. ഷാജിയുടെ ലോട്ടറി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഈ കുടുംബം കഴിഞ്ഞുകൂടുന്നത്. അടച്ചുറപ്പില്ലാത്ത വീടിന് ശുചിമുറിയില്ലാത്തതാണ് ഇവരെ അലട്ടിയിരുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ കുടുംബത്തിന്റെ ദയനീയമായ സാഹചര്യം കണ്ടപ്പോൾ ഇവർക്ക് ചെറുതെങ്കിലും അടച്ചുറപ്പുള്ള ഒരു കൊച്ചുവീട് പണിത് നൽകണമെന്ന് പ്രധാനാധ്യാപിക സീമ ടീച്ചർ മനസ്സിൽ ഉറപ്പിച്ചു. ഒരുപാട് സുമനസ്സുകളെ സഹായിച്ചു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 112 സ്പോൺസർമാരുണ്ട് ഈ പദ്ധതിക്ക്. നമ്മൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു 3,01,000 സംതിങ് ചെലവ് വരുന്ന രീതിയിൽ വീബോർഡും ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അടിഭാഗമൊക്കെ ടൈലിട്ടിട്ടുണ്ട്, പെയിന്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇഴജന്തുക്കളെ പേടിക്കാതെ ഞങ്ങളുടെ ഒരു മകന് വിദ്യാലയത്തിലേക്ക് ഈ വർഷത്തെ പ്രവേശനോത്സവത്തിലേക്ക് സന്തോഷത്തോടു കൂടി കയറി വരണം. അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. കഷ്ടത അനുഭവിക്കുന്നവരോട് സഹതാപം കാണിച്ച് മാറി നിൽക്കുന്നതല്ല, സഹാനുഭൂതി പ്രകടിപ്പിച്ച് ചേർത്ത് പിടിക്കുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഈ അധ്യാപിക തന്റെ 1 മാസത്തെ ശമ്പളം വിദ്യാർത്ഥിക്ക് വീടൊരുക്കാനായി നീക്കിവെക്കാൻ തീരുമാനിച്ചു. വിദ്യാലയത്തിലെ സ്റ്റാഫായ സനലിനോട് ഈ ആശയം പങ്കുവച്ചപ്പോൾ തന്റെ 1 മാസത്തെ ശമ്പളം നൽകാൻ സനലും തയ്യാറായി. അങ്ങനെയാണ് സഹപാഠിക്കൊരു സ്നേഹവീട് എന്ന പേരിൽ മനക്കുളങ്ങര സ്കൂൾ ടീം വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈ കാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് 100-ലേറെ പേർ സഹായവുമായി മുന്നോട്ട് വന്നു. അടുത്ത അധ്യയന വർഷം തുടങ്ങും മുൻപേ വീടിന്റെ പണി പൂർത്തിയാക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയ പ്രയത്നം ഒടുവിൽ ഫലം കണ്ടു. കഴിഞ്ഞ മാർച്ച് 27-ന് ആരംഭിച്ച പദ്ധതി വെറും 48 ദിവസം കൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. 3 ലക്ഷം രൂപ ചെലവിലാണ് പോർട്ടബിൾ രീതിയിലുള്ള വീട് പണി തീർത്തത്. സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിന്നീട് ഈ കുടുംബത്തിന് വീട് അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ നിർമ്മിച്ച വീട് അഴിച്ചുമാറ്റി മറ്റൊരു സ്ഥലത്ത് ഏതെങ്കിലും നിർധന കുടുംബത്തിന് സജ്ജമാക്കി കൊടുക്കാവുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മിതിയെന്ന് സഹപാഠിക്കൊരു വീട് പദ്ധതിയുടെ കോർഡിനേറ്റർ K. സനൽ പറഞ്ഞു. 38 ദിവസം കൊണ്ട്, അതായത് നമ്മൾ വെള്ളപ്പൊക്കം അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ ചെയ്യുന്ന മോഡലുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്.
ഷിജിന് ഇപ്പോൾ വീടില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ലൈഫ് പദ്ധതിയോ മറ്റേതെങ്കിലും സന്നദ്ധ സംഘടന വഴി അവർക്ക് വീട് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വീട് ഇതേപോലെ തന്നെ പൊളിച്ച് വേറൊരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഞങ്ങളുടെ സ്കൂളിലത്തെ മറ്റുള്ള വിദ്യാർത്ഥികൾക്കും ഇതുപോലെ അവശതകൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം, സമൂഹത്തിലുണ്ടായിരിക്കാം, അവർക്കും കൂടി കൊടുക്കാവുന്ന സഞ്ചരിക്കുന്ന ഒരു വീടാണിത്. ഞായറാഴ്ച രാവിലെ നടക്കുന്ന ലളിതമായ ചടങ്ങിൽ വീടിന്റെ താക്കോൽ ഷിജിന് കൈമാറും. തിങ്കളാഴ്ച സ്കൂൾ തുറക്കുമ്പോൾ പുതിയ വീട്ടിൽ നിന്നാകും ഷിജിൻ മനക്കുളങ്ങര സ്കൂളിലേക്ക് എത്തുക. TCV കൊടകര. വലപ്പാട് എളയടത്ത് പാണ്ടൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന്റെ പൂട്ട് പൊളിച്ച് വെള്ളിയിൽ തീർത്ത ഗോളകയും തിരുമുഖവും കവർന്നു. ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. സ്റ്റോർ റൂമും കുത്തിത്തുറന്ന നിലയിലാണ്. വിരലടയാള വിദഗ്ധരും വലപ്പാട് പോലീസും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ശക്തമായ മഴയിൽ നാടും നഗരവും വെള്ളക്കെട്ടിൽ പൊറുതിമുട്ടുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ നിൽക്കുന്ന അധികൃതർക്ക് മാതൃകയാവുകയാണ് തൃക്കൂർ ആലയങ്ങാടുള്ള നാട്ടുകാർ. മഴ പെയ്താൽ വെള്ളം മുഴുവൻ കടകളിലും റോഡിലുമെത്തി വർഷങ്ങളോളം ദുരിതമനുഭവിച്ച ആലയങ്ങാടുള്ളവർ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സ്വയം മുന്നിട്ടിറങ്ങുകയായിരുന്നു. കുന്നിൻ മുകളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തുന്ന മഴവെള്ളം ആലയങ്ങാട് സെന്ററിലും കടകളിലും വെള്ളക്കെട്ടുണ്ടാക്കുകയാണ് പതിവ്. കാനകൾ കവിഞ്ഞൊഴുകി വെള്ളം നേരെ കടകളിൽ കയറുന്നതോടെ നിരവധി നാശനഷ്ടവും ഇവിടെയുള്ള വ്യാപാരികൾ നേരിട്ടു. ഇതിനൊരു പരിഹാരം കാണാൻ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും നടപടിയുണ്ടായില്ല. ഒടുവിൽ നാട്ടുകാരും വ്യാപാരികളും ചേർന്ന് പണം സ്വരൂപിച്ച് കാനയ്ക്ക് കുറുകെ ഇരുമ്പ് പൈപ്പുകൾ സ്ഥാപിച്ച് കൾവർട്ട് നിർമ്മിച്ച് ഒഴുകിയെത്തുന്ന വെള്ളം നിയന്ത്രിക്കുകയായിരുന്നു. കാലവർഷത്തിന് മുൻപ് നാട്ടുകാർ നിർമ്മാണം പൂർത്തീകരിച്ച പ്രവൃത്തികൾ എത്ര ഫലവത്താവുമെന്ന സംശയമുണ്ടായിരുന്നു. ഇത് നിർമ്മിച്ചവർ ഒരുപാട് പരിഹാസവും കേൾക്കേണ്ടി വന്നു. ഇത്തവണ മഴ ശക്തമായതോടെ സെന്ററും കടകളും വെള്ളക്കെട്ടിൽ നിന്ന് മോചനമായപ്പോൾ കയ്യടി നേടിയിരിക്കുകയാണ് ആലയങ്ങാടുള്ള നാടൻ എഞ്ചിനീയർമാർ. കുന്നിൻ മുകളിൽ നിന്ന് റോഡിലൂടെ ഒഴുകിയെത്തുന്ന മഴവെള്ളം തടഞ്ഞ് കാനയിലൂടെ ഒഴുക്കിവിടാൻ നാട്ടുകാർ ചേർന്നൊരുക്കിയ സംവിധാനം ഇപ്പോൾ അധികൃതർക്കും ആശ്ചര്യമാവുകയാണ്. TCV പുതുക്കാട്. തൃശൂർ കുരിയച്ചിറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പി ഫൗൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ +2 പരീക്ഷയിൽ 70%-ലധികം മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാനായി സാഹിത്യ അക്കാദമിയിൽ ആദരം 2024 സംഘടിപ്പിച്ചു. പ്രശസ്ത കരിയർ ഗുരു അജൽ ജോസ് അക്കര ആദരം 2024 ഉദ്ഘാടനം നിർവഹിച്ചു. ക്രിമിനോളജിസ്റ്റ് മെജോ ജോൺ അധ്യക്ഷത വഹിച്ചു. പി ഫൗൾ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ശരത്, അക്കാദമിക് ഡയറക്ടർ ഭാഗ്യലക്ഷ്മി ശരത് തുടങ്ങിയവർ സംസാരിച്ചു. 3 ഇയർ ഡിഗ്രി കോഴ്സായ BBA ഏവിയേഷൻ മാനേജ്മെൻറ്റ്, 1 ഇയർ ഡിപ്ലോമ കോഴ്സുകളായ ഏവിയേഷൻ ടൂറിസം, ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് എയർ കാർഗോ ഓപ്പറേഷൻസ്, 6 മാസ ഡിപ്ലോമ കോഴ്സുകളായ എയർപോർട്ട് മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നീ കോഴ്സുകൾ വിദഗ്ധരായ ഫാക്കൽറ്റികളുടെ മേൽനോട്ടത്തിൽ പി ഫൗൾ അക്കാദമിയിൽ വിജയകരമായി നടത്തിവരുന്നു. ആദരം 2024 പങ്കെടുത്ത 1500ഓളം വിദ്യാർത്ഥികൾക്ക് പി ഫൗൾ അക്കാദമിയുടെ കോഴ്സുകൾ പഠിക്കാനായി ഫീസിൽ 50% സ്കോളർഷിപ്പ് നൽകും. ഉന്നത വിദ്യാഭ്യാസത്തിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ അഭിരുചി പരീക്ഷകൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ പി ഫൗൾ അക്കാദമിയിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 6238874434 9778582241. ചാലക്കുടി അന്നനാട് പാമ്പൂത്തറ കേന്ദ്രീകരിച്ച് മദ്യവിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. പാമ്പൂത്തറ പെരുമ്പടത്തി വീട്ടിൽ രാജുവാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 10 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ NA അനൂപ്, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുടയിൽ പേരക്കുട്ടി മുത്തച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. എടക്കുളം സ്വദേശി കോമ്പാടത്ത് വീട്ടിൽ കേശവനെയാണ് പേരക്കുട്ടി ശ്രീകുമാർ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വീട്ടിൽ വളർത്തിയിരുന്ന പൂച്ചയെ കാണാനില്ലെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. തലയ്ക്കും കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ കേശവനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി രാകേഷ് ചേരുകയാണ്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് രാകേഷ്, വിശദാംശങ്ങൾ. ഇന്ന് രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. എടക്കുളത്ത് താമസിച്ചിരുന്ന വൃദ്ധനായ കേശവനാണ് വെട്ടേറ്റത്. പേരക്കുട്ടി ശ്രീകുമാറാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വീട്ടിൽ വളർത്തുന്ന പൂച്ചയെ മുത്തച്ഛൻ പുറത്തു കൊണ്ടുപോയി കളഞ്ഞു എന്നാരോപിച്ചായിരുന്നു
വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇയാൾ ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് ശേഷം ശ്രീകുമാർ തന്നെയാണ് കേശവനെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റെന്ന് പറഞ്ഞാണ് ഡോക്ടറെ കാട്ടിയത്. സംശയം തോന്നിയ ഡോക്ടർമാർ ഇരിങ്ങാലക്കുട സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ ശ്രീജിത്തിനെ അറിയിക്കുകയും ഉടൻ തന്നെ ശ്രീജിത്ത് സ്ഥലത്തെത്തുകയും ഈ ശ്രീകുമാറിനെ തടഞ്ഞു വെക്കുകയും തുടർന്ന് കാട്ടൂരിൽ നിന്നുള്ള പോലീസ് സ്ഥലത്തെത്തി ശ്രീകുമാറിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൈക്കും തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ കേശവനെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. മോട്ടോർ തൊഴിലാളികളുടെ അഖിലേന്ത്യാ സംഘടനയായ ARTWF-ന്റെ സ്ഥാപക ദിനാചരണം തൃശൂരിൽ നടന്നു. 50-ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി ശക്തൻ സ്റ്റാൻഡിൽ തൃശൂർ ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി PK പുഷ്പാകരൻ പതാക ഉയർത്തി. യൂണിയൻ ഏരിയ പ്രസിഡന്റ് AR കുമാരൻ അധ്യക്ഷനായിരുന്നു. മുതിർന്ന ഡ്രൈവർമാരെ ചടങ്ങിൽ ആദരിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി AM ജനാർദ്ദനൻ, സംസ്ഥാന കമ്മിറ്റി അംഗം PK അശോകൻ, നാരായണൻ, ഗിരിവാസൻ എന്നിവർ സംസാരിച്ചു. വാണിജ്യം. ആകർഷകമായ മോഡലുകളുമായി ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ മുന്നേറുന്ന ടൈലൂസിന്റെ പുതിയ ഷോറൂം തൃശൂർ ഒളരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. എൽത്തുരുത്ത് ജംഗ്ഷനിൽ JK സ്ക്വയർ ബിൽഡിംഗിൽ ആരംഭിച്ച ഷോറൂമിന്റെ ആശീർവാദ കർമ്മം പുല്ലരി ക്രിസ്റ്റീന ഹോം ഡയറക്ടർ ഫാദർ പോൾസൺ തട്ടിൽ നിർവഹിച്ചു. ജെയിലി ഇംപാക്സ് ജനറൽ മാനേജർ രാധാകൃഷ്ണ മേനോൻ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. മാർക്കറ്റിംഗ് ഓഫീസിന്റെ ഉദ്ഘാടനം AL റാഫേലും ആദ്യ വിൽപ്പന പടിയം സ്വദേശി രാജന് നൽകി ടൈലോസ് ഡയറക്ടർ അനിൽകുമാറും നിർവഹിച്ചു. ടൈലോസ് ഡയറക്ടർ വാണി അനിൽകുമാർ, ജെയിലി ഇംപാക്സ് ഡയറക്ടർമാരായ ബാബു വർഗീസ്, അനിത ബാബു, അയ്യന്തോൾ മേഖലാ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോഷി തേറാട്ടിൽ, അസോസിയേഷൻ സെക്രട്ടറി ജോസഫ്, ബിൽഡിംഗ് ഉടമ ജോയൽ ജോബ്സൺ, ടൈലോസ് മാർക്കറ്റിംഗ് മാനേജർ ജോമോൻ പല്ലൻ, ജെയിലി ഇംപാക്സ് മാർക്കറ്റിംഗ് മാനേജർ രാജീവ് കുമാർ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ എന്നിവർ സന്നിഹിതരായി. ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിച്ചവർക്കായി നടത്തിയ ലക്കി ഡ്രോ നറുക്കെടുപ്പിൽ കുന്നത്തങ്ങാടി സ്വദേശി റീന ആൻഡോ സമ്മാനാർഹയായി. ഒറ്റ ചാർജിംഗിൽ 90 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്ന ഫീനിക്സ് പ്ലസ്, സ്പാരോ, ഡോവ് പ്ലസ് മോഡലുകൾ, 180 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്ന ഹെറോൺ ഹൈസ്പീഡ് മോഡൽ എന്നിവയാണ് ടൈലോസിൻ്റെതായി വിപണിയിലുള്ളത്. 250 വാട്ട്സ് മോട്ടോർ പവറും മണിക്കൂറിൽ 25 കിലോമീറ്റർ വേഗതയുമുള്ള ലൈസൻസ് ആവശ്യമില്ലാത്ത ആധുനിക ടെക്നോളജിയോട് കൂടിയ ടൈലോസിന്റെ ഡോവ് പ്ലസ് മോഡൽ ചുവപ്പ്, കറുപ്പ്, നീല നിറങ്ങളിൽ ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ടൈലോസ് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുമ്പോൾ 2190 രൂപ വിലയുള്ള പ്രഷർ കുക്കർ സൗജന്യമായി നേടാം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രളയസമാനമായ രീതിയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് തൃശൂർ നഗരത്തെ മണിക്കൂറുകളോളം നിശ്ചലമാക്കി. മുണ്ടുപാലം അവന്യൂ റോഡിലും പൂത്തോളിലും വെള്ളം കയറിയ വീടുകളിൽ നിന്നും ആളുകളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ജില്ലയിൽ ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചു. പാലക്കാട് വാഴൂരിൽ ഇടിമിന്നലേറ്റ് യുവതിയും വേലൂർ കുറുമാലിൽ ഗൃഹനാഥനും മരിച്ചു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ ഇടിമിന്നലിൽ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. കനത്ത മഴയിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ. 2 വീടുകൾ പൂർണ്ണമായും 15 വീടുകൾ ഭാഗികമായും തകർന്നു. കൊടുങ്ങല്ലൂരിൽ മരം കടപുഴകി വീണ തയ്യൽ കടയും കള്ളുഷാപ്പും തകർന്നു. ഉല്ലൂരിനും പുതുക്കാടിനുമിടയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞ് അരമണിക്കൂറോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഷോളയാർ ആനക്കയത്ത് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ കാട്ടാൻ ആക്രമിച്ചു. കാറിനും ബൈക്കിനും നേരെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ആളപായമില്ല. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനമായതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. പാലക്കൽ ജംഗ്ഷനിൽ റോഡ് നിർമ്മാണം 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി. മാള ജല അതോറിറ്റി ഓഫീസിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം. മേഖലയിലെ കുടിവെള്ള വിതരണം ജല അതോറിറ്റി നിർത്തിവെച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം. ചർച്ചയെ തുടർന്ന് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.